നമസ്കാരം. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. നിരവധി കേസുകളിൽ പ്രതികളായവരാണ് ഇപ്പോൾ സർക്കാരിന്റെ സംരക്ഷക വേഷത്തിൽ എത്തിയിരിക്കുന്നത്. കേസിനെ ദുർബലമാക്കിയത് ഉന്നത ഇടപെടലുകളാണെന്നാണ് കേസിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു വ്യക്തമാക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ഇടപെടലുകളാണ് കേസ് ദുർബലമാക്കുന്നത്. അന്വേഷിക്കുവിൻ, എന്നാൽ കണ്ടെത്തരുത് എന്ന രീതിയിലാണ് അന്വേഷണം. കർഷകർക്കെതിരായ നടപടി ഉദ്യോഗസ്ഥലത്തിൽ തുടരുകയാണ്. ഈ നടപടി നിർത്തിവെക്കാൻ കൃത്യമായ ഉത്തരവ് ഇടുകയാണ് വേണ്ടത്. മരമുറി കേസിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചീഫ് സെക്രട്ടറി ജയതിലകിന് അറിയാം. കേസ് സംബന്ധിച്ച പരസ്യ വിമർശനത്തിന് പിന്നാലെയാണ് തന്നെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നും കേസ് CBIക്ക് വിടണമെന്നും ജോസഫ് മാത്യു ആവശ്യപ്പെട്ടു. യഥാർത്ഥ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. 2021 ഫെബ്രുവരി 3 എറണാകുളത്തേക്ക് കടത്തിക്കൊണ്ടുപോയ മരത്തടികളുടെ കാര്യത്തിൽ വനം വകുപ്പ് ഒളിച്ചുകളി തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 8 CCF കസ്റ്റഡിയിലെടുത്ത ET തടികൾ എവിടെയുണ്ട്? ഇത് വനഭൂമിയിൽ നിന്നല്ലേ മുറിച്ചു മാറ്റിയത്? എന്തുകൊണ്ടാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ആവശ്യപ്പെട്ടത്. എന്നാൽ മരത്തടികൾ കണ്ടുകെട്ടി എന്ന് സമ്മതിക്കുന്ന വനം വകുപ്പ് അത് എവിടെയെന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നില്ലെന്നും ജോസഫ് മാത്യു പറഞ്ഞു. വനഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ച് കടത്തിയതിന്റെയും അത് കണ്ടുകെട്ടിയതിന്റെയും വിവരങ്ങൾ ലഭിച്ചപ്പോൾ ആ മരത്തടികൾ നിലവിൽ എവിടെയെന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ മുട്ടിൽ മരമുറിയിലെ ആദ്യത്തെ കേസെന്നും മരങ്ങൾ മുറിച്ചത് പട്ടയഭൂമിയിൽ അല്ല, വനത്തിൽ നിന്നാണെന്നും അഡ്വക്കേറ്റ് ജോസഫ് മാത്യു അക്കമിട്ട് പറയുന്നു. ഉദ്യോഗസ്ഥർക്ക് ഇതിൽ കൃത്യമായ ബോധ്യമുണ്ട്. എന്നാൽ മുകളിൽ നിന്നുള്ള കർശന നിർദ്ദേശങ്ങൾ കൊണ്ടാണ് വിവരങ്ങൾ പുറത്തുവിടാത്തത്. യഥാർത്ഥത്തിൽ വനം മന്ത്രിയും സർക്കാരുമാണ് ഇതിന് മറുപടി പറയേണ്ടതെന്നും ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മീനങ്ങാടി, മേപ്പാടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടന്ന മരമുറികളിൽ 53 കേസുകളുടെ കുറ്റപത്രമാണ് നിലവിൽ സമർപ്പിച്ചത്. എന്നാൽ ഏറ്റവും സുപ്രധാനമായ ആദ്യത്തെ 2 കേസുകളിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. നിയമപരമായി തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നും അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പറഞ്ഞു. അതിനിടെ മുട്ടിൽ മരമുറി കേസിൽ ഭൂ ഉടമകളായ കർഷകർക്ക് വനംവകുപ്പ് കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് നൽകിയത്. കർഷകർ നൽകിയ അപ്പീലിൽ അപാകതയുണ്ടെന്ന് കാണിച്ചായിരുന്നു നോട്ടീസ്. കർഷകർക്ക് പ്രശ്നമില്ല എന്ന് മന്ത്രി പറയുമ്പോഴും ഉദ്യോഗസ്ഥർ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. വനംവകുപ്പ് നടപടിക്ക് പിന്നാലെ കർഷകരും ആശങ്കയിലാണ്. കർഷകരെ കബളിപ്പിച്ച് അഗസ്റ്റിൻ സഹോദരന്മാർ മരം മുറിച്ച് കടത്താൻ ശ്രമിച്ച കേസിൽ കർഷകർക്ക് നടപടി നേരിടേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ ആശങ്ക ഉയരുന്നത്. കർഷകരെ സംരക്ഷിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. 2020-2021 കാലഘട്ടത്തിലാണ് വയനാട് മുട്ടിലിൽ നടന്ന കോടികളുടെ അനധികൃത മരമുറി നടന്നത്. അഗസ്റ്റിൻ സഹോദരങ്ങളടക്കം 12 പേരാണ് പ്രതികൾ. 1964 ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ കർഷകർ നട്ടുവളർത്തിയതായ മരങ്ങൾ മുറിക്കാമെന്ന 2020 സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിന്റെ മറവിൽ പ്രതികൾ കോടികൾ വിലമതിക്കുന്ന മരം മുറിച്ചു കടത്തിയെന്നാണ് മുട്ടിൽ മരമുറി കേസിലെ കുറ്റപത്രത്തിൽ പറയുന്നത്. 500 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംരക്ഷിത മരങ്ങൾ അടക്കമാണ് മുറിച്ചു മാറ്റിയെന്നും DNA പരിശോധനയിൽ തെളിഞ്ഞിരുന്നു.